ഹായ് ഓൾ ഇൻവെസ്റ്റ് കേരളയുടെ ടുഡേയ്സ് മാർക്കറ്റ് ആൻഡ് ടുമോറോസ് ഔട്ട്ലുക്കിലേക്ക് എല്ലാ വ്യൂവേഴ്സിനും സ്വാഗതം. ഇന്ന് ഇന്ത്യൻ ഷെയർ മാർക്കറ്റ് ഒരു ഫ്ലാറ്റ് മോഡലായിരുന്നു ട്രേഡ് ചെയ്തത്. ഇന്ന് മാർക്കറ്റിനെ മെയിനായി സപ്പോർട്ട് ചെയ്തത് ഫൈനാൻഷ്യൽ സ്റ്റോക്കുകളായിരുന്നു. അതിനുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത് ഗ്ലോബൽ കോസസ് തന്നെയാണ്. അതുപോലെ ഇൻഡസിലെ ഹെവി വെയ്റ്റ് സ്റ്റോക്കുകളായ ഇൻഫോസിസ്, റിലയൻസ് തുടങ്ങിയ സ്റ്റോക്കുകളിൽ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ആയിരുന്നു ഇന്ന് ദൃശ്യമായത്. അതും മാർക്കറ്റിൽ ഒരു ഫ്ലാറ്റ് മൂവ്മെന്റിന് കാരണമായി. ഇന്ന് നിഫ്റ്റി 50 5 പോയിന്റോളം അപ്പായി 11,472 പോയിന്റിലാണ് ക്ലോസ് ചെയ്തത്. നിഫ്റ്റി ഓട്ടോ 35 പോയിന്റോളം അപ്പായി 7,983 പോയിന്റിലാണ് ക്ലോസ് ചെയ്തത്. നിഫ്റ്റി ബാങ്ക് 259 പോയിന്റോളം അപ്പായി 23,092 പോയിന്റിലാണ് ക്ലോസ് ചെയ്തത്. നിഫ്റ്റി എനർജി 90 പോയിന്റോളം ഡൗൺ ആയി 15,980 പോയിന്റിലാണ് ക്ലോസ് ചെയ്തത്. നിഫ്റ്റി ഫൈനാൻഷ്യൽ സർവീസ് 102 പോയിന്റോളം അപ്പായി 11,358 പോയിന്റിലാണ് ക്ലോസ് ചെയ്തത്. നിഫ്റ്റി FMCG 181 പോയിന്റോളം ഡൗൺ ആയി 31,460 പോയിന്റിലാണ് ക്ലോസ് ചെയ്തത്. നിഫ്റ്റി IT 37 പോയിന്റോളം ഡൗൺ ആയി 17,973 പോയിന്റിലാണ് ക്ലോസ് ചെയ്തത്. നിഫ്റ്റി ഫാർമ 72 പോയിന്റോളം ഡൗൺ ആയി 11,500 പോയിന്റിലാണ് ഇന്ന് ക്ലോസ് ചെയ്തത്. നിഫ്റ്റി PSU ബാങ്ക് 19 പോയിന്റോളം അപ്പായി 1,506 പോയിന്റിലും നിഫ്റ്റി പ്രൈവറ്റ് ബാങ്ക് 111 പോയിന്റോളം അപ്പായി 12,596 പോയിന്റിലുമാണ് ഇന്ന് ക്ലോസ് ചെയ്തത്. നിഫ്റ്റി 50ലെ ടോപ്പ് ഗെയിനേഴ്സ് ടാറ്റ മോട്ടോഴ്സ്, ബജാജ് ഫൈനാൻസ്, SBI, ടെക് മഹീന്ദ്ര, അതുപോലെ ഏഷ്യർ മോട്ടോഴ്സ് തുടങ്ങിയ സ്റ്റോക്കുകളായിരുന്നു. ടോപ്പ് ലൂസേഴ്സ് എന്ന് പറയുന്നത് ഗെയിൽ, NTPC, സൺഫാർമ, ടാറ്റ സ്റ്റീൽ, അതുപോലെ ഡോക്ടർ റെഡ്ഡീസ് തുടങ്ങിയ സ്റ്റോക്കുകളിലായിരുന്നു ഒരു പ്രഷർ ഇന്ന് ദൃശ്യമായത്. ഇന്ന് സെൻസെക്സ് 44 പോയിന്റോളം അപ്പായി 38,843 പോയിന്റിലാണ് ക്ലോസ് ചെയ്തത്. സെൻസെക്സിലെ ടോപ്പ് ഗെയിനേഴ്സ് ബജാജ് ഫൈനാൻസ്, SBI, ടെക് മഹീന്ദ്ര, ഏഷ്യൻ പെയിന്റ്സ്, ബജാജ് ഫിൻ സർവീസ്, അതുപോലെ ICICI ബാങ്ക് തുടങ്ങിയ സ്റ്റോക്കുകളായിരുന്നു. ടോപ്പ് ലൂസേഴ്സ് എന്ന് പറയുന്നത് പവർ ഗ്രിഡ്, TCS, അൾട്രാടെക് സിമെന്റ്, HCL ടെക്, അതുപോലെ ITC തുടങ്ങിയ സ്റ്റോക്കുകളിലായിരുന്നു ഇന്നൊരു പ്രഷർ ദൃശ്യമായത്. ഓൾ കാർഗോ ലോജിസ്റ്റിക് സ്റ്റോക്കിൽ ഇന്നൊരു അപ്മൂവ് ദൃശ്യമായിരുന്നു. അതിനുള്ള മേജർ റീസൺ എന്ന് പറയുന്നത് അവരുടെ പ്രൊമോട്ടേഴ്സ് ഈ വരുന്ന 27ന് ഒരു ഡീലിസ്റ്റിംഗ് പ്രോസസ്സിന് അനുവാദം തേടിയേക്കും എന്ന് അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ടായിരുന്നു സ്റ്റോക്കിൽ ഇന്നൊരു അപ്മൂവ് ദൃശ്യമായത്. പ്രൊമോട്ടേഴ്സിന് ഏകദേശം 70% സ്റ്റേക്ക് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഡീലിസ്റ്റിംഗ് പ്രോസസ്സ് അത്ര കോംപ്ലിക്കേറ്റഡ് ആയിരിക്കില്ല. ലൂപ്പിൻ ഷെയറുകളിൽ ഇന്നൊരു അപ്മൂവ് ദൃശ്യമായിരുന്നു. അതിനുള്ള റീസൺ എന്ന് പറയുന്നത് അവരുടെ ഡ്രഗിന് US FDAയുടെ ഒരു അപ്രൂവൽ ലഭിച്ചിരുന്നു. അതായിരുന്നു സ്റ്റോക്കിൽ ഇന്നൊരു മുന്നേറ്റം ദൃശ്യമായത്. GMR ഇൻഫ്രാ സ്റ്റോക്കിൽ ഒരു പ്രഷർ ദൃശ്യമായിരുന്നു. അതിനുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത് അവർ ഫണ്ട് റേസ് ചെയ്യാനുള്ള തീരുമാനം എടുത്തുന്ന ന്യൂസ് ഉണ്ടായിരുന്നു. അതായിരുന്നു സ്റ്റോക്കിൽ ഇന്നൊരു പ്രഷർ കാണാനുള്ള മെയിൻ റീസൺ. LIC ഹൗസിംഗ് സ്റ്റോക്കിൽ ഇന്നൊരു അപ് ട്രെൻഡ് ദൃശ്യമായിരുന്നു. അതിനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് അവരുടെ റിസൾട്ട് വന്നിരുന്നു. അവരുടെ പ്രോഫിറ്റിൽ ഒരു വർധനവുണ്ട്. അതുപോലെ മാർക്കറ്റ് എക്സ്പെക്ട് ചെയ്തതിനേക്കാൾ നല്ലൊരു റിസൾട്ടാണ് അവർ പബ്ലിഷ് ചെയ്തത്. അതായിരുന്നു സ്റ്റോക്കിൽ ഇന്നൊരു പോസിറ്റീവായി എഫക്റ്റ് ചെയ്തത്. ഫ്യൂച്ചർ റീറ്റെയിൽ സ്റ്റോക്കിൽ ഇന്നൊരു അപ്മൂവ് ദൃശ്യമായിരുന്നു. അതിനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് അവരുടെ ഇൻട്രസ്റ്റ് പേയ്മെന്റ് തന്നെയാണ്. ഏകദേശം 100 കോടി രൂപയോളം അവർ ഇൻട്രസ്റ്റ് ഇന്നലെ തിരിച്ചടച്ചിരുന്നു. അതുതന്നെയായിരുന്നു ഈ സ്റ്റോക്കിൽ ഇന്നൊരു അപ്മൂവ് കാണാനുള്ള പ്രധാന കാരണമായി മാറിയത്. ടാറ്റ മോട്ടോർ സ്റ്റോക്കുകളിൽ ഇന്നൊരു അപ്മൂവ് ദൃശ്യമായിരുന്നു. അതിനുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത് അവരുടെ മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്ന് വന്ന ഒരു തീരുമാനമാണ്. അതായത് അടുത്ത 3 വർഷത്തിനുള്ളിൽ കമ്പനിയുടെ ഡെബിറ്റ് സീറോയിലേക്ക് എത്തിക്കുമെന്നാണ് ഒരു കമന്റ് ഉണ്ടായിരുന്നത്. അതുപോലെ JLRനെ ഒരു പ്രോഫിറ്റബിൾ ബിസിനസ്സിലേക്ക് എത്തിക്കുമെന്നും കമന്റ് വന്നിരുന്നു. ഇതാണ് സ്റ്റോക്കിൽ ഒരു പോസിറ്റീവ് മൊമെന്റം സൃഷ്ടിക്കാനും സ്റ്റോക്കിനെ അപ്മൂവിലേക്ക് നയിക്കാനുമുള്ള മെയിൻ റീസൺ. മാക്സ് ഫൈനാൻഷ്യൽ സർവീസ് സ്റ്റോക്കുകളിൽ ഒരു അപ് ട്രെൻഡ് ദൃശ്യമായിരുന്നു. അതിനുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത് ആക്സിസ് ബാങ്കിന്റെ സൈഡിൽ നിന്ന് വന്ന ഒരു അനൗൺസ്മെന്റ് ആണ്. അതായത് അവരുടെ മാക്സ് ആയിട്ടുള്ള ഡീൽ റിവൈസ് ചെയ്തിട്ടുണ്ടെന്നും അത് ഏർലി ഇവർ മാക്സ് ഫൈനാൻഷ്യൽ 29% സ്റ്റേക്ക് എടുക്കുമെന്നാണ് അറിയിച്ചത്. അത് റിവൈസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടായിരുന്നു മാക്സ് ഫൈനാൻഷ്യൽ സ്റ്റോക്കിൽ ഇന്നൊരു അപ്മൂവ് ദൃശ്യമായത്. ഇന്ന് CIയുടെ മീറ്റിംഗിൽ ഫൈനാൻഷ്യൽ മിനിസ്റ്റർ പറഞ്ഞിരുന്നു ബാങ്കുകളുടെ ഇൻവെസ്റ്റ്മെന്റ് പ്രോസസ്സ് ഫാസ്റ്റാക്കുമെന്നും അത് പെട്ടെന്ന് തന്നെ പൂർത്തീകരിക്കുമെന്നും. അതുകൊണ്ടായിരുന്നു ഈ മേഖലയിലുള്ള ചില സ്റ്റോക്കുകളിൽ ഇന്നൊരു മുന്നേറ്റം ദൃശ്യമായത്. വരും ദിവസങ്ങളിലും ഇത് റിലേറ്റഡായി ന്യൂസുകളിൽ ഇടം പിടിക്കുന്ന സ്റ്റോക്കിൽ ഒരു എഫക്റ്റ് തന്നെ ഇൻവെസ്റ്റേഴ്സിന് പ്രതീക്ഷിക്കാം. അതുകൊണ്ട് ഈ സെക്ടറിൽ നിന്നും വരുന്ന ന്യൂസുകളിൽ ഇൻവെസ്റ്റേഴ്സ് വളരെ കെയർഫുള്ളായി വാച്ച് ചെയ്യേണ്ടതാണ്. അദാനി എന്റർപ്രൈസസ് സ്റ്റോക്കിൽ ഇന്നൊരു അപ്മൂവ് ദൃശ്യമായിരുന്നു. അതിനുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത് അവർ മുംബൈ എയർപോർട്ട് കരസ്ഥമാക്കാൻ നോക്കുന്നുണ്ടെന്നും അതിന്റെ സ്റ്റേക്ക് വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുന്ന ന്യൂസും ഉണ്ടായിരുന്നു. ഇത് തന്നെയായിരുന്നു കമ്പനിയുടെ സ്റ്റോക്കിൽ ഇന്ന് പ്രകടമായതും ഒരു അപ്മൂവ് ദൃശ്യമായതും. GVIC ഗ്രൂപ്പിന്റെ സ്റ്റേക്ക് ആയിരിക്കും അദാനി ഗ്രൂപ്പ് ഏറ്റെടുക്കുക. GVIC ഗ്രൂപ്പിന് ഏകദേശം 50% സ്റ്റേക്ക് മുംബൈ എയർപോർട്ടിലുണ്ട്. അതായിരിക്കും അദാനി ഏറ്റെടുക്കുക.
കൊറമണ്ടൽ ഇന്റർനാഷണൽ സ്റ്റോക്കിൽ ഒരു അപ്മൂവ് ദൃശ്യമായിരുന്നു. അതിനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് അവരുടെ സബ്സിഡറിയായ CSQMന്റെ കൂടുതൽ ഷെയർസ് അവർ വാങ്ങിച്ചിട്ടെന്നും അതിപ്പോൾ ഒരു ഓൺലി ഓണഡ് സബ്സിഡറി ആയി എന്നൊരു ന്യൂസും വന്നിട്ടുണ്ടായിരുന്നു. ഇതിനോട് ഇന്ന് മാർക്കറ്റ് പോസിറ്റീവായാണ് പ്രതികരിച്ചത്. അതുകൊണ്ടായിരുന്നു സ്റ്റോക്കിൽ ഇന്നൊരു അപ്മൂവ് ദൃശ്യമായത്. പ്രോക്ടർ ഗാംബിൾ സ്റ്റോക്കിൽ ഇന്നൊരു അപ്മൂവ് ദൃശ്യമായിരുന്നു. അതിനുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത് അവരുടെ റിസൾട്ട് വന്നിരുന്നു. ഒരു നല്ല റിസൾട്ടാണ് പബ്ലിഷ് ചെയ്തത്. അതുപോലെ പ്രോഫിറ്റിലും ഓപ്പറേറ്റിംഗ് മാർജിനിലും ഒരു ഇംപ്രൂവ്മെന്റ് ഉണ്ട്. അതുതന്നെയായിരുന്നു സ്റ്റോക്കിൽ ഇന്നൊരു അപ്മൂവിനുള്ള പ്രധാന കാരണമായി മാറിയത്. ഗ്ലോബൽ സ്പിരിറ്റ് സ്റ്റോക്കിൽ ഇന്നൊരു അപ്മൂവ് ദൃശ്യമായിരുന്നു. അതിനുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത് അവരുടെ റിസൾട്ട് തന്നെയാണ്. ഒരു ഗുഡ് റിസൾട്ടാണ് അവർ പബ്ലിഷ് ചെയ്തത്. പ്രോഫിറ്റിൽ ഒരു വർധനവ് റിപ്പോർട്ട് ചെയ്തിരുന്നു. അതായിരുന്നു അവരുടെ സ്റ്റോക്കിൽ ഇന്നൊരു അപ്മൂവിനുള്ള പ്രധാന കാരണം. അവരുടെ നെറ്റ് സെയിൽസിൽ റിഡക്ഷൻ സംഭവിച്ചുകൊണ്ടാണ് അവരുടെ പ്രോഫിറ്റിൽ വലിയ ഒരു വർധനവ് ഉണ്ടായത്. അതും ഇൻവെസ്റ്റേഴ്സ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. സ്റ്റോക്കിൽ ഇന്നൊരു ഡൗൺ ട്രെൻഡാണ് ദൃശ്യമായത്. അവരുടെ പ്രൊമോട്ടേഴ്സ് ഓഗസ്റ്റ് 26 മുതൽ സ്റ്റേക്ക് സെൽ ചെയ്യുന്നുണ്ട്. മിനിമം പബ്ലിക് ഷെയർ ഹോൾഡിംഗിൽ എത്താൻ വേണ്ടിയാണ് അത് ചെയ്യുന്നത്. അതിന് സ്റ്റോക്കിൽ ഒരു നെഗറ്റീവായാണ് എഫക്റ്റ് ചെയ്തത്. ഫോണിക്സ് മിൽ ഷെയറിൽ ഇന്നൊരു പ്രഷർ ദൃശ്യമായിരുന്നു. അതിനുള്ള മേജർ റീസൺ എന്ന് പറയുന്നത് അവരുടെ പ്രൊമോട്ടേഴ്സ് സ്റ്റേക്ക് സെൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഏകദേശം 1.2 കോടിയോളം ഷെയർസ് ആയിരുന്നു സെൽ ചെയ്തത്. അതിന് സ്റ്റോക്ക് മാർക്കറ്റ് നെഗറ്റീവായാണ് എടുത്തത്. സൈഡസ് വെൽനസ് സ്റ്റോക്കിൽ ഇന്നൊരു അപ്മൂവ് ദൃശ്യമായിരുന്നു. സ്റ്റോക്കുമായി റിലേറ്റഡ് ആയിട്ടുള്ള മെയിൻ ന്യൂസ് എന്ന് പറയുന്നത് അവർ ഫണ്ട് റേസ് ചെയ്യുന്നുണ്ട് എന്ന് തന്നെയാണ്. അവരുടെ ബോർഡ് ഫണ്ട് റേസ് ചെയ്യുന്നത് കൺസിഡർ ചെയ്യുന്നു എന്നൊരു ന്യൂസ് ഉണ്ടായിരുന്നു. അതിനോട് ഇന്ന് സ്റ്റോക്ക് പോസിറ്റീവായാണ് റിയാക്ട് ചെയ്തത്. സ്റ്റോക്ക് ഏകദേശം 2% അപ്പായാണ് ഇന്ന് ക്ലോസ് ചെയ്തത്. NOCL സ്റ്റോക്കിൽ ഇന്നൊരു അപ്മൂവ് ദൃശ്യമായിരുന്നു. അതിനുള്ള കാരണം എന്ന് പറയുന്നത് അവരുടെ റിസൾട്ട് തന്നെയാണ്. ഒരു ഗുഡ് റിസൾട്ടാണ് അവർ പബ്ലിഷ് ചെയ്തത്. അതായിരുന്നു ഈ സ്റ്റോക്കിൽ ഇന്നൊരു പോസിറ്റീവായി എഫക്റ്റ് ചെയ്തത്. അതുപോലെ ടൂ വീലേഴ്സ് ബിസിനസിനെ സംബന്ധിച്ച് ഒരു ഇമ്പോർട്ടൻറ്റ് അനൗൺസ്മെന്റ് ഇന്ന് ഫൈനാൻഷ്യൽ മിനിസ്റ്റർ നടത്തിയിരുന്നു. അതായത് ടൂ വീലേഴ്സിൽ ഒരു ടാക്സ് കട്ടിനുള്ള ചാൻസസ് ഗവൺമെന്റ് പരിശോധിക്കുന്നു എന്നാണ് അവർ ഇന്ന് പറഞ്ഞത്. അത് ഈ സെക്ടറിനെ സംബന്ധിച്ച് ഒരു പോസിറ്റീവ് ന്യൂസ് തന്നെയാണ്. വരും ദിവസങ്ങളിൽ അതിന്റെ ഔട്ട്കം ഇൻവെസ്റ്റേഴ്സ് ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ മിനിസ്റ്റർ പറഞ്ഞ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഹോട്ടൽസ്, ഹോസ്പിറ്റാലിറ്റി സെക്ടേഴ്സിന് കോവിഡ് കാരണമുണ്ടായ നഷ്ടങ്ങൾ നികത്താൻ വേണ്ടി ഒരു സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയേഴ്സിനെ കുറിച്ച് ഗവൺമെന്റ് തിങ്ക് ചെയ്യും എന്നും അറിയിച്ചിരുന്നു. അതിനെക്കുറിച്ചുള്ള തീരുമാനങ്ങൾ വരും ദിവസങ്ങളിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. ഇനി നമുക്ക് ഇന്ത്യൻ ഷെയർ മാർക്കറ്റിലെ നാളത്തെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെക്ക് ചെയ്യാം.